ഹായ് ഗായ്സ്, വെൽക്കം ടു തൊടുപ്പ്. അപ്പോൾ നീണ്ട നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണല്ലേ. ഇന്ന് നമ്മൾ കങ്കുവയുടെ വെരി ആന്റിസിപ്പേറ്റഡ് മൂവിയായ സൂര്യയുടെ കങ്കുവയുടെ ട്രെയിലർ റിയാക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്ത രണ്ട് പടങ്ങൾ, ഒന്ന് കങ്കുവയും ഒന്ന് ഗോട്ടുമാണ്. പക്ഷെ ഗോട്ട് ഇതുവരെ വന്നിട്ടില്ല, അത് കാണും ഇപ്പൊ ഉടനെ ഉണ്ടെന്നാണ്. അപ്പൊ സൂര്യയുടെ ട്രെയിലർ കറക്റ്റ് ഡയറക്റ്റ് നമ്മൾ ട്രെയിലറിലേക്ക് തന്നെ പോവാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ വെച്ചാൽ மலநிறங்களாக ஆദ്യമേ நம்ம வாழ்ற இந்த தீவுக்குள்ள எத்தனையோ மர்மங்க கொட்டி கிடக்குது. அது எல்லாத்தையும் விட புரியாத വിരുന്നരുந்த വാരീരോ. സാവരങ്കര മാറി മേലെ ഇറങ്ങി അവനൊന്ന മണ്ടയോട്ട രക്തത്തെ നിറപ്പി അറത്തേക്ക് കൊണ്ടുവാ. கடல்லக்கு ஒரு கையா பத்தென்ற சொட்டு சொட்டுறதுக்குள்ள கங்கு அங்க வரணும். ഓ മാർക്ക് കണ്ടോ കയ്യിലെ ബോഡി പക്ക പിച്ച്. നൈസ്. உன் ரத்தமும் என் ரத்தமும் வெவ்வேறா. அறுபட்டியன் சிரம் மண்டுருண்டாலும் உருளும் உன் நெற்றியும் முழங்காலும் மண் தொடா மண்டீடா. അതുപോലെ തന്നെ പാമ്പിന് ഡയറക്ടർ ബൈ ശിവ. ഓൺലി അത് തന്നെ പൊളിച്ച ശിവാൻറ്റി 10/10/2006 ഒക്ടോബർ 10 ഇറങ്ങും. ഇപ്പൊ വിഷ്വൽ എഫക്ട് ഒരു രക്ഷയില്ല കേട്ടോ, സംഭവം തീയാണ്. അപ്പം ട്രെയിലർ കണ്ടിട്ട് എങ്ങനെയുണ്ട് ട്രെയിലർ? അതുപോലെ കോസ്റ്റ്യൂം ആരെയും എല്ലാം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ട്രെയിലർ എങ്ങനെയുണ്ട് മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ? നൈസ് ട്രെയിലർ, എല്ലാം തീ സാധനം. ബ്ലോക്ക് ബസ്റ്റർ കാണാം. ഇപ്പൊ എന്തായാലും ഒരു ബ്ലോക്ക് ബസ്റ്ററിനുള്ള സാധ്യത ഉണ്ടോ? ബ്ലോക്ക് ബസ്റ്ററിനുള്ള സാധ്യത നല്ല രീതിയിലുണ്ട്. കുറെ നാളായല്ലോ സൂര്യയുടെ പടങ്ങളൊക്കെ അന്ന് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട്. കങ്കുവയ്ക്ക് ക്ലാഷ് ആയിട്ട് ഒരു സിനിമയും ഇല്ലെന്നാണ് കേട്ടത് ഇതുവരെ. മറ്റേ ഗോട്ടിന്റെ ഒക്കെ റിലീസ് ഡേറ്റ് മാറ്റിയല്ലോ, സെപ്റ്റംബർ 5 അപ്പം കങ്കുവയുടെ ട്രെയിലർ കണ്ടിട്ട് ഇത് ഒരു എപ്പിക് വാറിനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇമോഷണൽ ടച്ചും ഉണ്ട്, ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഹാഫ് ഒക്കെ ആയപ്പം ഒരു ഇമോഷണൽ ടച്ച് കൊടുത്ത് ശിവ ഇതിനു മുമ്പ് ഡയറക്റ്റും തിരക്കഥയൊക്കെ വിശ്വാസത്തിലും കുറച്ച് ഇമോഷണൽ ടച്ച് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നല്ല രീതിയിൽ ഇമോഷണൽ ആണ്, പാസം കൊണ്ട് ഇതില്. പക്ഷെ അങ്ങനെ ഇല്ലായിരിക്കും പ്രതീക്ഷിക്കാം. നമുക്ക് ഈ ഒരു ട്രൈബിന്റെ ഇതല്ലേ, അപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അവരുടെ ട്രൈബ് രക്ഷിക്കാനോ അങ്ങനെ എന്തെങ്കിലും. അതിന് പാസങ്ങളൊന്നും ഈ ആഡ് ചെയ്യാതിരുന്നാ മതി. ഈ പാസങ്ങൾ ഓവറാകുമ്പോഴാണ്. പക്ഷെ അങ്ങനെ പറയത്തില്ല, പാസത്തിലാണല്ലോ എല്ലാം നടക്കുന്നത്. ഇപ്പൊ അപ്പോകാലിപ്സില് ആ ഇത്രയും വേൾഡ് ക്ലാസ് സിനിമയിൽ ആ പാസത്തിന്റെ ഇതിൽ തന്നെയാണ് കഥ നടക്കുന്നത്. പക്ഷെ അതിലൊരു ക്വാളിറ്റി ഉണ്ടാവണം, കണക്ട്, ഇമോഷണൽ കണക്ട് പ്രേക്ഷകർക്ക് ഉണ്ടായാലേ സിനിമ സക്സസ് ആവും. ഓവർ ആവരുത്. സാധാരണ തമിഴ് സിനിമയുടെ ഇടയ്ക്ക് വരുന്ന സിനിമകളിൽ അണ്ണാത്ത് അങ്ങനെ പുള്ളിക്കാരന്റെ തന്നെ
ഇതിനു മുമ്പുള്ള സിനിമകളെല്ലാം ഫ്ലോപ്പ് ആയിരുന്നു സത്യം പറഞ്ഞ. അണ്ണാത്തെ ചില പടങ്ങള് അതിനകത്ത് എല്ലാത്തിലും ഒരു പാസം ഇത്തിരി ഓവറായിട്ടുണ്ട്. ഇതിനകത്തെങ്കിലും കുറച്ചാ മതി. പക്ഷെ ഇത് കണ്ടിട്ട് ഓവർ പാസ് ആവുന്ന ഒരു പടമാണെന്ന് തോന്നുന്നില്ല. ആ വാറിന്റെ സീക്വൻസും എല്ലാം വിഷ്വലി ഭയങ്കര രസമായിരുന്നു. വെട്ട് കുത്ത് അതാണ് വിഷ്വലി ഭയങ്കര രസമുള്ള ഷോട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. ഏറ്റവും എപ്പിക് ആയിട്ട് ആ ട്രെയിലറിൽ തന്നെ തോന്നിയത് ആ മുതലായിട്ടുള്ള ഫൈറ്റിന്റെ പാമ്പിന്റെ പുതിയ ഐഡിയ ഇറക്കിയത്. അമ്പൊക്കെ 4 ഇരിക്കുന്നു. പണ്ട് നമ്മള് ബാമ്പു ബോയ്സിലെ കണ്ടില്ലേ, മറ്റേ അമ്പിന്റെ അറ്റത്ത് വിഷം തയ്ക്കും. ഇത് വെറൈറ്റി പാമ്പിനെ തന്നെ അമ്പാക്കിയത്. പക്ഷെ ആ ഷോട്ടിൽ എനിക്ക് ഒരു ഇത് തോന്നിയിട്ടുണ്ട്. ബാഹുബലിയിലെ മറ്റേ 3 അമ്പ് വെച്ചിട്ടുള്ള ആ ഒരു കണക്ഷൻ ഇവിടെ തോന്നിയിട്ടുണ്ട്. ഇൻസ്പിറേഷൻ എന്ന് അപ്പോകാലിപ്സ് എന്ന സിനിമ കറക്റ്റ് കണ്ടിട്ട് അതിനെ ഇൻസ്പയർഡ് ചെയ്ത് എടുക്കുന്നതാന്ന് തോന്നുന്നു. ആ മാർക്കൊക്കെ ആഫ്രിക്കൻ ട്രൈബ്സ് യൂസ് ചെയ്യുന്നതാണ് മറ്റേ ബോഡി. ഇതിനു മുമ്പ് ഇതില് നമ്മളെ ബ്ലാക്ക് പാന്തറിൽ കണ്ടായിരുന്നു. കിൽമോഗറിന്റെ കയ്യില് ഓരോ കില്ലെടുക്കുമ്പോഴും ഓരോ കില്ലിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഓരോ വര. അപ്പം അതിന് അതുപോലെ ഒരു കഥ ഇതിലും ഉണ്ടെങ്കിൽ നൈസായിരിക്കും. ആ ഡീറ്റെയിൽ കൊടുത്ത ആ വരയ്ക്കൊക്കെ എന്താണ് ഇതെന്ന് അതിനെന്തോ പേര് സ്കാരിഫിക്കേഷൻ അങ്ങനെന്തോ പേര് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതിനൊരു ഡീറ്റെയിലിംഗ് ഉണ്ടായിരിക്കണം എന്തിനാണ് ഇത് ഉള്ളത്. പുള്ളിക്കാരന്റെ എനിക്കൊന്ന് വാറിനുള്ള ബോബിഡിയോളിന്റെ ആ വാറിന്റെ ഇതാണെന്ന് തോന്നുന്നു. കിട്ടിയ വെട്ടിന്റെ ഒക്കെ പാടാണെന്ന് തോന്നുന്നു. മാർക്കായിട്ട് ശ്രദ്ധിച്ചില്ല. ഒരു കണ്ണും അതൊക്കെ ഒരു നൈസ്. പിന്നെ മ്യൂസിക് അത് പിന്നെ പറയണ്ടല്ലോ. മ്യൂസിക് റോക്ക് സ്റ്റാർ പൊളിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ ഇതിന് മുന്നേ ഇറങ്ങി നമ്മള് റിയാക്ട് ചെയ്തായിരുന്നു. അത് 2-3 വട്ടം കേൾക്കുമ്പോ കുഴപ്പമില്ല, നല്ല രസം ഉണ്ടായിരുന്നു. ഇതിന്റെ ഓരോ BGM-ഉം ബാക്കി കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ അനുഭവിക്കുമ്പോഴായിരിക്കും ആ ഒരു ഇത് വരുന്നത്. അതിനുള്ള സാധനമുണ്ട്. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് മലയാളിയാണ്, നിഷാദ് യൂസഫ് എന്നത്. പുള്ളിക്കാരൻ നല്ലൊരു എഡിറ്റർ ആണ്. പുള്ളിക്കാരന്റെ കമന്റിൽ പോയി ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്, ലാഗില്ലാതെ ഇത് പണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. പുള്ളി തമ്പ് ഇട്ടിട്ടുണ്ട്, ലൈക്കൊക്കെ ഇട്ടിട്ടുണ്ട്. പുള്ളി ഉണ്ടയുടെ തല്ലുമാല ഇതിന്റെ ഒക്കെ ഇപ്പൊ അടുത്ത അഡിയോ സമീഗോരെ ആണെന്ന് തോന്നുന്നു പുള്ളിയാണ് എഡിറ്റ് ചെയ്തത്. അപ്പൊ എല്ലാരും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിന്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നല്ല ഫിലിം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കാം. നമ്മള് ഒക്ടോബർ 10 വെയിറ്റിംഗ് ആണ്. നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നല്ലൊരു സിനിമ, നല്ലൊരു എക്സ്പീരിയൻസ്. എല്ലാം ട്രെയിലർ നമുക്ക് നല്ല പ്രതീക്ഷ വന്നിട്ടുണ്ട്. അതിപ്പോ മ്യൂസിക് ആണെങ്കിലും വിഷ്വൽ എഫക്ട് ആണെങ്കിലും ട്രെയിലറും കൂടാതെ പോസ്റ്ററുകൾ എല്ലാം നല്ലൊരു ക്വാളിറ്റി. ആ ഒരു ഇടയ്ക്ക് ഒരു സോങ് ഇറങ്ങിയ മാത്രം എനിക്ക് അത്രയും പിടിച്ചില്ല. പക്ഷെ ബാക്കിയെല്ലാം നല്ല രസമുണ്ടായിരുന്നു. സ്ഥിരം ഞാൻ എല്ലായിടത്തും പറയുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആ ഒരു ഡയലോഗാണ്. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെന്തായാലും ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല. വാറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, ആക്ഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനം. കുറച്ച് വയലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇതില് പറയാൻ വിട്ടുപോയത് നമ്മുടെ ഇത് ഒരു പീരിയഡിക് ടൈപ്പ് സിനിമയാണ്. അപ്പൊ ഇതിന്റെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഒന്നും കാണിച്ചിട്ടില്ല. എല്ലാം പഴയ കാലത്തെ കഥകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മ്യൂസിക്കിൽ ഏത് ഒരെണ്ണത്തില് ഇത് കാണിക്കുന്നുണ്ട്, ഷോട്ട് കാണിക്കുന്നുണ്ട്. ഫ്യൂച്ചറിലുള്ള സൂര്യയുടെ അതെങ്ങനെയാണ് നമ്മൾ സിനിമ കാണുമ്പോ അതൊരു എക്സ്ക്ലൂസീവ് ഇതായിട്ട് അവര് ഒളിപ്പിച്ച് വെച്ചേക്കായിരിക്കും. അപ്പൊ എല്ലാവർക്കും നമുക്ക് ഒക്ടോബർ 10 തിയേറ്ററിൽ വെച്ച് നല്ലൊരു എക്സ്പീരിയൻസ്, നേരത്തെ പറഞ്ഞ നല്ലൊരു എക്സ്പീരിയൻസും നല്ലൊരു ഇമോഷൻസും എല്ലാം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളും കട്ട വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് ഒക്ടോബർ 10 തിയേറ്ററിൽ കാണാം. ഓക്കെ, ബൈ.